ദ ജേർണലിസ്റ്റിലേക്ക് ഇറാൻ അമേരിക്ക യുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത സമയത്ത് പുറത്തു വന്ന രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കാം. അതിൽ ആദ്യത്തേത് ഇസ്രായേലിൽ നിന്നുള്ളതാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത് ഇറാന് നേരെ ആക്രമണത്തിന് ഞങ്ങൾ സജ്ജരാണ് എന്നാണ്. അതൊരു പ്രധാനപ്പെട്ട വാർത്ത. രണ്ടാമത്തെ വാർത്ത, ഇറാനിലേക്ക് ഇപ്പോൾ നടക്കുന്ന പല ആക്രമണങ്ങൾക്കും പിന്നിൽ തങ്ങളല്ല എന്ന് അമേരിക്ക അവകാശപ്പെട്ടു എന്നുള്ളതാണ്. ഈ രണ്ട് വാർത്തകളും ഇതിനു മുമ്പ് വന്ന ഇറാന്റെ മറ്റൊരു വാദവും ചേർത്ത് നിർത്തുമ്പോൾ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട ഈ യുദ്ധത്തിന് പിന്നിൽ, അതായത് ഈ വെടിനിർത്തൽ കരാർ ഇല്ലാതാക്കിക്കൊണ്ട് ഇനിയൊരു സമാധാനത്തിന് സാധ്യതയില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പശ്ചിമേഷ്യയെ വലിയ ആശങ്കയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് പുനരാരംഭിച്ച ഇറാൻ അമേരിക്ക യുദ്ധത്തിനു പിന്നിൽ ഇസ്രായേലിൻ്റെ ഗൂഢാലോചനയില്ലേ എന്നുള്ള ചോദ്യമാണ് ശക്തമാകുന്നത്. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഇറാനെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. ഒരു തരത്തിലും ഇറാനെതിരായ യുദ്ധം അവസാനിക്കുകയില്ല എന്നും വീണ്ടും ഒരു യുദ്ധത്തിന് ഞങ്ങൾ സജ്ജരായി എന്നും ഇസ്രായേൽ പറയുകയും അതേസമയം തന്നെ അമേരിക്ക നിരന്തരമായി ഇറാനിലേക്ക് ആക്രമണങ്ങൾ നടത്തുകയും അതിൽ പലതും തങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന്, അല്ലെങ്കിൽ തങ്ങളല്ല അതിന് പിന്നിലെന്ന് അമേരിക്ക പറയുകയും ചെയ്യുമ്പോൾ ഇത് ചെയ്തത് ഇസ്രായേലാണോ എന്നുള്ള ചോദ്യം ശക്തമായി ഉയരുന്നു. ഇസ്രായേൽ ഇതുവരെ ഇറാനിലേക്ക് ഇപ്പോൾ ആക്രമണം നടത്തി എന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനത്തിൽ തെളിയുന്നത് ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തി കഴിഞ്ഞുവെന്നോ അല്ലെങ്കിൽ രൂക്ഷമായ ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നോ തന്നെയാണ്. എന്ന് മാത്രമല്ല, അല്പസമയം മുമ്പ് പുറത്തു വന്നൊരു പ്രധാനപ്പെട്ട വാർത്താ ഏജൻസിയുടെ ന്യൂസ് ഫീഡിൽ പറയുന്നത് ഇറാനുമായി വീണ്ടും ചർച്ചകൾക്ക് സന്നദ്ധരാണ് എന്ന് അമേരിക്ക അറിയിച്ചു എന്നുള്ളതാണ്. അതായത് എന്നത്തെയും പോലെ ഇറാന് നേരെ ആവശ്യമായ ആക്രമണങ്ങൾ നടത്തി ഇറാന് വലിയ നാശനഷ്ടങ്ങൾ പലയിടത്തും ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും പൊടുന്നനെ വന്നിട്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് സന്നദ്ധരാണ്, നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം, ഇറാൻ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചു, ഇറാൻ ഭയന്നു എന്ന രീതിയിൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന അമേരിക്കയുടെ സ്ഥിരം ശൈലി ഇവിടെയും ആവർത്തിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. പക്ഷെ അതേസമയം ഇറാനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറാനിലേക്ക് ഏത് നിമിഷവും ഒരു കനത്ത സൈനിക ആക്രമണം അല്ലെങ്കിൽ ഒരു സൈനിക നീക്കം ഉണ്ടാകുമെന്നതിൻ്റെ എല്ലാ സൂചനകളും ഇസ്രായേൽ നൽകി കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയാകട്ടെ ഇറാന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ഭീഷണിയും മുഴക്കുകയാണ്. അതായത് യുദ്ധം അതിരൂക്ഷമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുകയാണ്. സംഘർഷങ്ങൾ കനക്കുകയാണ്. ഗൾഫ് മേഖല വലിയ ആശങ്കയിലാണ്. ഗൾഫ് രാജ്യങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ഖത്തറും പാകിസ്ഥാനും ഒക്കെയാണ് മധ്യസ്ഥ രാജ്യങ്ങളായി നിൽക്കുന്നത്. അവരൊക്കെ വലിയ നെട്ടോട്ടത്തിലാണ്. കാരണം ഈ യുദ്ധം വ്യാപിച്ചാൽ, സംഘർഷം അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയാൽ, ഇസ്രായേൽ കൂടി യുദ്ധത്തിന് ഇറങ്ങിയാൽ, നാറ്റോ സഖ്യവും യുദ്ധത്തിൻ്റെ ഭാഗമായാൽ, ഇറാൻ റഷ്യയും ചൈനയും ഒക്കെ കൂടെ നിർത്തി ശക്തമായി തിരിച്ചടിച്ചാൽ, ഏതു തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാലും ഇറാൻ ശക്തമായി തിരിച്ചടിക്കും എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വലിയ തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ അത് വലിയ തോതിൽ ബാധിക്കുക ഗൾഫ് രാജ്യങ്ങളെ ആയിരിക്കും. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ എങ്ങനെയെങ്കിലും ഒരു സമാധാനത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടങ്ങൾ തുടരുകയാണ്. പക്ഷേ കരാർ നിലനിൽക്കാത്ത സാഹചര്യത്തിൽ എന്തു പറഞ്ഞുകൊണ്ട് സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന ആശങ്കയാണ് അവർക്കുള്ളത്. നോക്കുക, ഇറാന്റെ ഉപരോധങ്ങൾ നീക്കി, ഇറാൻ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ ഇറാന് മേലുള്ള നിയന്ത്രണങ്ങളൊക്കെ നീക്കി, ഇറാന് അന്താരാഷ്ട്ര വാണിജ്യ ഇടപെടൽ നടത്താനുള്ള അവസരങ്ങളൊക്കെ നൽകി എന്നൊക്കെ അമേരിക്ക പറയുമ്പോഴും ഇറാൻ പറയുന്നത് ആ ഉപരോധങ്ങളൊന്നും അക്ഷരാർത്ഥത്തിൽ നീങ്ങിയിരുന്നില്ല എന്ന് മാത്രമല്ല, ട്രംപ് 5 പ്രധാനപ്പെട്ട കരാറുകൾ ലംഘിച്ചു, കരാർ വ്യവസ്ഥകൾ ലംഘിച്ചു. അതേ തുടർന്നാണ് ഇപ്പോൾ ഇത്രയും വലിയ പ്രകോപനമുണ്ടായത്. അല്ലെങ്കിൽ ആ കരാർ ലംഘനങ്ങൾ നടത്തി യുദ്ധത്തിലേക്ക് പോവുക എന്നുള്ളത് ട്രംപിൻ്റെ ആവശ്യമായിരുന്നു എന്ന നിലയിലാണ് ഇറാന്റെ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലും അമേരിക്കയും ചേർന്നുള്ള ഒരു ഗൂഢ പദ്ധതിയാണ് ഈ യുദ്ധത്തിലേക്ക് വീണ്ടും കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത് എന്ന സംശയമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രസ്താവന പുറത്തു വരുമ്പോഴും ഇറാൻ അതിനോട് ഔദ്യോഗികമായൊരു പ്രതികരണം നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു വലിയ തിരിച്ചടി എന്തായാലും ഇറാന് നേരെ ഉണ്ടാകും. ചർച്ചകൾക്ക് ഇറാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ചർച്ചയ്ക്ക് ഞങ്ങളും സന്നദ്ധരാണ് എന്ന് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടും
അതിനോട് ഔദ്യോഗികമായി പ്രതികരിക്കാൻ ഇതുവരെ ഇറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ കൂടി വെല്ലുവിളിയുമായി രംഗത്തിറങ്ങിയ സാഹചര്യത്തിൽ ഇറാനെ തച്ചുടയ്ക്കണമെന്ന വാശിയോടെ ഇറാനിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അവിടുത്തെ ആണവ നിലയത്തിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ദ്വീപുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നു. പലയിടങ്ങളിലും സ്ഫോടനങ്ങൾ നടക്കുന്നു. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇറാനിൽ മരണസംഖ്യ ഉയരുന്ന സാഹചര്യമുണ്ട്. 14 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഏതാണ്ട് 80ഓളം പേർക്ക് ഗുരുതരമായ പരിക്കുകളും ഏറ്റിട്ടുണ്ട്. സിവിലിയൻ മേഖലകളിലേക്ക് കൂടി അമേരിക്ക ആക്രമണങ്ങൾ കടുപ്പിക്കുമ്പോൾ അതിനു പിന്നിൽ ഇസ്രായേലിന്റെ നിർദ്ദേശമോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഇടപെടലോ ഉണ്ടോ എന്ന സംശയവും ബലപ്പെടുകയാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയുടെ പ്രഖ്യാപനങ്ങളോട് അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞ അമേരിക്കയുടെ വാദത്തോട് ഇറാൻ ഔദ്യോഗികമായി ഒന്നും പ്രതികരിച്ചിട്ടില്ല എങ്കിലും ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഹോർമുസിലും ഗൾഫിലും വലിയ ആശങ്കകൾ ഉണ്ടാവുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ കുറച്ച് ദിവസത്തേക്ക് വ്യാപകമായി തന്നെ ചരക്കു നീക്കങ്ങൾ നടന്നിരുന്നു. കപ്പലുകൾ കെട്ടിക്കിടന്നവയിൽ പകുതിയിലേറെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടായി. ഹോർമുസിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് കരുതപ്പെട്ട സാഹചര്യമായിരുന്നു. പക്ഷേ അതൊന്നുമല്ല ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഹോർമുസ് കടലിടുക്കും അതോടൊപ്പം സൂയസ് കനാലിനോട് ചേർന്നുള്ള ബാബൽ മന്ദബ് കടലിടുക്കും അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്ന നിലയിലേക്ക് ഇറാൻ നിലപാട് കടുപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അത് ഹോർമുസിൽ മാത്രമല്ല ചെങ്കടലിലും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും എന്ന് മാത്രമല്ല, അതോടൊപ്പം കാണേണ്ടത് ഹോർമുസിൽ ഇനിയും ഒരു യുദ്ധം പുറപ്പെട്ടാൽ ഹോർമുസിലെ കപ്പലുകൾക്ക് നേരെ, അതുവഴി പോകുന്ന കപ്പലുകൾക്ക് നേരെ പോലും ഇറാന്റെ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകും എന്നുള്ളതും കാണാതിരുന്നുകൂടാ. അപ്പൊ യുദ്ധത്തിൽ എല്ലായ്പ്പോഴും നീതി പുലരണം, അല്ലെങ്കിൽ ഇരുവിഭാഗവും നീതിയുക്തമായി യുദ്ധ നിയമങ്ങൾക്കനുസരിച്ച് ഇടപെടണം എന്നുള്ളത് പ്രായോഗികമല്ല. കാരണം യുദ്ധം എന്ന് പറയുന്നത് ജയിക്കാൻ വേണ്ടി ഈ ഇരുവിഭാഗവും ഏതറ്റം വരെയും പോകാൻ ശ്രമിക്കുന്ന നീക്കങ്ങളാണ്. പക്ഷെ അവിടെയും ഇറാൻ മാന്യത പുലർത്തിയിരുന്നു. കാരണം തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ മാത്രമേ ഞങ്ങൾ തിരിച്ചടിക്കൂ എന്ന് പറഞ്ഞ നിലപാട് ഇറാൻ എല്ലായ്പ്പോഴും അതുപോലെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെയാണ് അമേരിക്ക ഇറാനുമേൽ കുറ്റം ചുമത്തിക്കൊണ്ട്, അതായത് സൗദിയുടെയും ഖത്തറിൻ്റെയും കപ്പലുകൾ തകർത്തത് ഇറാനാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഇറാൻ നേരെ ആക്രമണം നടത്തിയത്. അത് ഇറാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല, പക്ഷെ ചെയ്തു എന്നതിന് തെളിവുകളൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഇറാനെ പ്രതിസ്ഥാനത്ത് നിർത്തിയ ഒരു ആക്രമണം അമേരിക്ക നടത്തിയപ്പോൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ട ആവശ്യകത ഇറാൻ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇറാൻ തിരിച്ചടിച്ചത്. പക്ഷെ അവിടെയും അമേരിക്ക കരുതിയത് ഖാംനെയിയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് ഇറാൻ ശക്തമായി തിരിച്ചടിക്കില്ല എന്നായിരുന്നു. പക്ഷെ ആ സമയത്തും ശക്തമായ തിരിച്ചടി ഇറാൻ നൽകി. ഇപ്പോഴിതാ ഖാംനെയിയുടെ സംസ്കാര ചടങ്ങുകൾ അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായി പ്രത്യാക്രമണം നടത്താനുള്ള കരുത്തും മാനസികാവസ്ഥയും ഇറാനുണ്ട്. ആ രീതിയിൽ ഇറാൻ മുന്നോട്ട് പോയാൽ ഹോർമുസിൽ വലിയ ആശങ്കകൾ ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടുമ്പോഴാണ് ഇസ്രായേലും ശക്തമായ വെല്ലുവിളിയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇത് പശ്ചിമേഷ്യയെ മുഴുവൻ ബാധിക്കുന്നൊരു വിഷയമായി, വ്യാപകമായ ഒരു പ്രത്യാക്രമണമായി, ഒരു വലിയ യുദ്ധമായി വളരാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് അത് ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിൻ്റെ പുറത്ത് ഖത്തറും പാകിസ്ഥാനും ഈജിപ്തും തുർക്കിയും സൗദിയും അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താൽക്കാലികമായി ആക്രമണം നിർത്തി എന്നാണ് ട്രംപ് ഇപ്പോഴും പറയുന്നത്. അത് ഈ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്നാണ്. പക്ഷേ ട്രംപ് ആയതുകൊണ്ട് തന്നെ അത് വിശ്വസിക്കാൻ എത്രത്തോളം കഴിയും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം എന്താണ്, ട്രംപ് ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞത് യുദ്ധം നിർത്താൻ പോവുകയാണ്, യുദ്ധം നിർത്തുകയാണ് എന്നാണ്. പക്ഷെ വീണ്ടും ശക്തമായ യുദ്ധം തുടരും. ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ ട്രംപ് കഴിഞ്ഞ ദിവസം കീറിയെറിഞ്ഞ ആ വെടിനിർത്തൽ കരാർ പോലും ട്രംപിൻ്റെ തലയിൽ ഉദിച്ച ആശയത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ്. ഒടുവിൽ ട്രംപ് തന്നെ ദിവസങ്ങൾക്കുള്ളിൽ അത് കീറിയെറിഞ്ഞു. ഇതിനു മുമ്പ് പലപ്പോഴും ഇറാനെ ആക്രമിക്കും, ഇറാൻ ബാക്കി കാണില്ല, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുമെന്നൊക്കെയുള്ള നിലയിൽ ട്രംപ് ഭീഷണികൾ മുഴക്കിയിട്ട് പിന്നീട് ട്രംപ് തന്നെ ആക്രമണങ്ങൾ നടത്താതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് ആക്രമിക്കരുത് എന്ന് ഇസ്രായേലിന് നിർദ്ദേശം കൊടുത്ത ട്രംപ് തന്നെ, അല്ലെങ്കിൽ അമേരിക്ക തന്നെ കഴിഞ്ഞ ദിവസം ബുഷഹർ ആണവ നിലയത്തിലേക്ക് അടക്കം ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് അടക്കം ആക്രമണം നടത്തുന്ന കാഴ്ചയുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി ട്രംപ് എന്ത് പറയുമെന്നോ ചെയ്യുമെന്നോ പ്രവചിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ താൽക്കാലികമായി വെടിനിർത്തി എന്ന് പറയുന്ന അമേരിക്കയുടെ വാദവും എത്രത്തോളം മുഖവിലക്കെടുക്കാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യമാണ്. പക്ഷേ അപ്പോഴും
ഹോർമോസ് കടലിടുക്ക് നിർണായകമായ സംഘർഷ പ്രദേശമായി തുടരുമെന്നതിൻ്റെ എല്ലാ തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതായത് ഇസ്രായേലും കൂടി ആക്രമണത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹോർമൂസ് അടയ്ക്കുകയും ഹോർമൂസിൽ കപ്പലുകൾക്ക് നേരെ, തങ്ങളുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ച് മുന്നോട്ട് പോകുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു വശത്ത് യുദ്ധം നിർത്താൻ പോകുന്നു, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഞങ്ങൾ വെടിനിർത്തിയിരിക്കുന്നു എന്ന് അമേരിക്ക പറയുമ്പോഴും ഇന്ന് പുലർച്ചെ ആക്രമണങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇന്ന് വെളുപ്പിനെ ബന്ദർബാസ് ഉൾപ്പെടെയുള്ള ഇറാൻ പ്രദേശങ്ങളിൽ വ്യാപകമായ സ്ഫോടനങ്ങൾ നടന്നതായി വിവരങ്ങൾ പുറത്തു വന്നു. എന്നാൽ ആ ആക്രമണങ്ങൾക്ക് പിന്നിൽ തങ്ങളല്ല എന്നാണ് CNN ന്യൂസ് വഴി അമേരിക്ക അവരുടെ ഭാഗമായി പറഞ്ഞത്. അപ്പോൾ അതിന് പിന്നിൽ ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇസ്രായേൽ ആണോ എന്ന ചോദ്യവുമുണ്ട്. കാരണം ഇസ്രായേൽ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെയാണ് ഇറാനിലേക്ക് ഇത്രയും വലിയ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഇറാൻ ഉണ്ടായിട്ടുണ്ട്. 14 പേർ മരിക്കുകയും 80-ലധികം പേർക്ക് പരിക്കേൽക്കുകയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തെളിയുകയും ഒക്കെ ചെയ്യുന്നു. പലയിടങ്ങളിലേക്കും വലിയ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ വലിയ തോതിൽ പ്രകോപിതരാണ്. അതുകൊണ്ട് ഇറാനിലേക്ക് തീഗോളങ്ങൾ അയക്കുകയും ഇറാനെ തീ വിഴുങ്ങിക്കുന്ന വിധത്തിൽ സ്ഫോടനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നതിന് ഇനം തിരിച്ച് കണക്ക് തീർക്കും, തിരിച്ചടിക്കും എന്ന നിലയിലേക്ക് ഇറാൻ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ സംഘർഷം കനക്കുന്നു എന്നു തന്നെ, ആ സാധ്യതകൾ തെളിയുന്നു എന്നു തന്നെയാണ് പറയേണ്ടത്.